ആയുർജ്യോതിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് എന്താണ് ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെ അലർജി ഉണ്ടാകുമ്പോൾ. ഇതുപോലെ എന്തെങ്കിലും ഇഞ്ചുറി അല്ലെ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ആ ഏരിയയിൽ റെഡ്നെസ്, നീര്, വേദന എന്നിവ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷനെയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറെ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷനാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇതിൽ പ്രത്യേകിച്ച് ഔട്ട്സൈഡ് ഡേഞ്ചർ ഒന്നും ഇല്ലെങ്കിലും ബോഡി ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പിന്നീട് ബോഡിയിലുള്ള നോർമൽ സെൽസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ കണ്ടുവരുന്നത്. ചില ടൈപ്പ് ഓഫ് തൈറോയിഡൈറ്റിസ്, ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 1, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാസിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ്, IBS എന്നിവയാണ് ചില ഉദാഹരണങ്ങൾ. ഇതുകൂടാതെ ഒബീസിറ്റി അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് കൂടുതലുള്ളവർക്ക്, ആൽക്കഹോൾ കൂടുതലായി എടുക്കുന്നവർക്ക്, സ്മോക്കിംഗ് തുടർച്ചയായി ചെയ്യുന്നവർ, സ്ട്രെസ് കൂടുതൽ എടുക്കുന്നവർ, സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് കൂടുതൽ കഴിക്കുന്നവർ, പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നവർ, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് എല്ലാം ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സമയത്ത് ബോഡി കുറച്ച് സിംറ്റംസ് കാണിക്കാറുണ്ട്. അതായത് ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, പെയിൻ, സ്റ്റിഫ്നെസ് ഇവയെല്ലാം ജോയിൻസിന് ഉണ്ടാകുക, എസ്പെഷ്യലി ലോവർ ബാക്ക്. അത് രാവിലെ എണീറ്റ് കുറച്ച് സമയത്തേക്ക്. ഡ്രൈ ഐ, മൂഡ് ഡിസോർഡേഴ്സ്, ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻസ്, പലതരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. കൂടുതൽ ഒബീസായ ആൾക്കാരിലാവട്ടെ ഫാറ്റ് ടിഷ്യൂസ് പ്രീ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സായ ലെപ്റ്റിൻ, സൈറ്റോകിൻ എന്നിവരെ റിലീസ് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ കൂടുതൽ അഗ്രവേറ്റ് ആകുന്നു. സോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇതൊരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഫാറ്റ് ടിഷ്യൂസ് പ്രീ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ റിലീസ് ചെയ്യുന്നു. ഇത് പിന്നെയും ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുന്നു. വീണ്ടും തടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ക്രോണിക് ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, which will lead to excess weight, especially in belly and hip region. പിന്നെ ഇത് പല കെമിക്കൽ മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ഈ മീഡിയേറ്റേഴ്സ് ഇൻസുലിൻ അറ്റാച്ച് ആവുന്ന റിസപ്റ്റേഴ്സിനെ ജോയിൻ ചെയ്ത് ഇൻസുലിൻ്റെ ഫങ്ഷനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഇതാണ് ബ്ലഡ് ഷുഗർ ലെവൽ റേസ് ആവാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുന്നു, which will further lead to bloating, etc. So, this is about inflammation. ഇനി എന്തൊക്കെ ആഹാരങ്ങളാണ് ഇൻഫ്ലമേറ്ററി ഡയറ്റായി പറയുന്നത് എന്ന് നോക്കാം. പ്രോസസ്ഡ് ഫുഡ്സ്, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിരിക്കുന്ന കേക്ക്സ്, പോപ്കോൺ, റെഡ് മീറ്റ്, കോഫി, വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ്, വൈറ്റ് ഷുഗർ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇവയെല്ലാം ഇൻഫ്ലമേറ്ററി ഫുഡായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ഈ ആഹാരങ്ങളെ ഇൻഫ്ലമേറ്ററി ആയിട്ട് പറയാൻ കാരണം ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് അവൈലബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ്. ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി എന്താണ് ഫ്രീ റാഡിക്കൽസ്? ആസ് ദ വേർഡ് സജസ്റ്റ്, ഇത് നമ്മളുടെ ബോഡിയിൽ ഫ്രീ ആയിട്ട് നടക്കുന്ന കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളുടെ ബോഡിയിൽ എന്ത് ഫങ്ഷൻ നടക്കണമെങ്കിലും എനർജി വേണം. ഇത് ATP മോളിക്കിളായിട്ടാണ് അവൈലബിൾ ആവുന്നത്. ഈ ATP മോളിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബോഡിയിൽ സെൽസിൽ പല പ്രോസസ്സസ് നടക്കുന്നു. ഇതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ എമൗണ്ടിൽ ബോഡിയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് സെൽസിനെ ഡാമേജ് ചെയ്യുന്നു. ഏത് ഓർഗനിലെ സെല്ലിനാണ് അഫക്റ്റഡ് ആയേക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ പർട്ടിക്കുലർ ഓർഗനിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു. അതായത് തൈറോയിഡിലെ സെൽസിനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൈറോയിഡൈറ്റിസ് പോലത്തെ രോഗങ്ങൾ ഉണ്ടാകുന്നു.
അല്ലെങ്കിൽ യൂട്രസിനെയാണ് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ PCOD ഉണ്ടാവുന്നു. അതുപോലെ ഇത് സെൽസിനുണ്ടാക്കുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ സെല്ലുലാർ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്, അതായത് ഇൻഫ്ലമേഷൻ അറ്റ് സെല്ലുലാർ ലെവൽ. പൊതുവെ ഈ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാൻ ബോഡിയിൽ ഓരോ മെക്കാനിസംസ് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ റോൾ വരുന്നത്. സോ ആൻറ്റി ഓക്സിഡൻസ് ഈ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞ ആഹാരങ്ങളിലെല്ലാം ആൻറ്റി ഓക്സിഡൻസ് അവൈലബിൾ അല്ലതാനും ഇതിൽ ശരീരത്തിന് ഹാനികരമായ പല ഇൻഗ്രീഡിയൻസും ഉണ്ട്. സോ ഇത് ഇൻഫ്ലമേറ്ററി ഫുഡായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്തൊക്കെ എന്ന് നോക്കാം. പൊതുവെ ഈ പറയുന്ന എല്ലാ ആഹാരങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. പക്ഷേ ചില ആൾക്കാരിൽ ഇവയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അതായത് ജനറലായി എല്ലാവർക്കും സ്യൂട്ടബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഉദാഹരണമായി ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഇത്രയും ചർച്ചയിൽ വന്നതിന് കാരണം നമ്മളുടെ ബോളിവുഡ് ആക്ട്രസ്സായ വിദ്യാ ബാലനാണ്. വിദ്യാ ബാലൻ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ദാറ്റ് അവർ കുറേ എക്സസീവ് ഡയറ്റും ഒക്കെ നോക്കിയിട്ടും അവരുടെ തടി കുറച്ച് കുറയും, പക്ഷെ വീണ്ടും കൂടും. സോ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഇത് വണ്ണമല്ല, അത് ഇൻഫ്ലമേഷൻ ആണ് എന്ന്. അവർ കംപ്ലീറ്റ് ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പാലക് ഉപയോഗിക്കുമായിരുന്നു. പാലക് പൊതുവേ ഒരു നല്ല വെജിറ്റബിൾ ആണ്, അതായത് ഇൻഫ്ലമേറ്ററി അല്ല, പക്ഷേ അതിൽ ഓക്സലേറ്റ് കണ്ടൻസ് കൂടുതലാണ്. സോ എപ്പോഴും അല്ലെ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിച്ചാൽ ചിലർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാകാം. ചിലർക്ക് കുഴപ്പം ഇല്ലാത്ത ആഹാരങ്ങൾ മറ്റു ചിലർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. സോ അവനവൻ്റെ ഡയറ്റ് സ്വയം ഇവാലുവേറ്റ് ചെയ്ത് ഏത് ഫുഡാണ് ചേരാത്തതെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുത്ത് ആ പർട്ടിക്കുലർ ആഹാരത്തിനെ അവോയ്ഡ് ചെയ്ത് നോക്കുക. ഇനി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് ടെർമറിക് ആണ്, നമ്മുടെ മഞ്ഞൾ. ടെർമറിക്കിൽ കുർക്കുമിൻ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇത് നമ്മളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ജീനിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ടാണ് ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി. ഇതിൽ ജിഞ്ചറോൾ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇത് നമ്മളുടെ ഗട്ട് ഹെൽത്തിനും നല്ലതാണ്. സോ എപ്പോഴും നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ ഇത് പോളിഫീനോൾസ് അല്ലെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളൊരു മിക്സ്ചറാണ്. ഇനി omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്ന മീനുകൾ, വാൾനട്ട്സ്, ഫ്ലാക്സ് സീഡ് എന്നിവയെല്ലാം ഈ പറയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. omega-3 ഫാറ്റി ആസിഡ് ഹൈലി ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മീനുകളെല്ലാം ഫ്രൈ ചെയ്യാതെ ഒന്ന് സോട്ട് ചെയ്ത് സ്റ്റീം ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ പറയുന്ന omega-3 ഫാറ്റി ആസിഡ്സ് നഷ്ടമാകും. ചിയ സീഡ്സ്, ആൽമണ്ട്സ്, ഫ്ലാക്സ് സീഡ്, വാൾനട്ട്സ് എന്നിവയെല്ലാം ഉപയോഗിക്കുമ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഇതിലുള്ള ലെക്റ്റിൻ, ടാനിൻ എന്നിവയെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ എ, സി, ഇ, സിങ്ക്, സെലനിയം എന്നിവ അടങ്ങിയിരിക്കുന്ന പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കഴിക്കേണ്ടതാണ്. എപ്പോഴും ഒരു റെയിൻബോ കളർ ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബെൽ പെപ്പർ, അതായത് നമ്മുടെ ക്യാപ്സിക്കം വൈറ്റമിൻ സിയിൽ റിച്ച് ആണ്. ടൊമാറ്റോയിലാണെങ്കിൽ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിൽ ഉൾപ്പെടുത്താം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് പച്ചില വർഗ്ഗങ്ങളിൽ ലൂട്ടീൻ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത്. നമ്മളുടെ എണ്ണകളിൽ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. ഒലീവ്സ് കൂടുതലുള്ള നാട്ടിൽ ഒലീവ് ഓയിലും നല്ലതാണ്. നമ്മളുടെ ദേശി ഗീ, അതിൽ വീട്ടിലുണ്ടാക്കിയ നെയ്യും വളരെ നല്ലതാണ്. ഫ്രൂട്ടുകളിൽ ബ്ലൂബെറീസ് ആണ് ഏറ്റവും നല്ലത്. അതിൽ ആന്തോസയാനിൻ എന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇത് സി റിയാക്റ്റീവ് പ്രോട്ടീനെ കുറയ്ക്കുകയും വെസൽസിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ചെയ്യുന്നു. കൂടാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെയും കുറയ്ക്കും.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ആയി ഇരുന്നാൽ പോലും ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നില്ല. പൈനാപ്പിൾ ആണ് അടുത്ത ഫ്രൂട്ട്. ഇതിൽ ബ്രോമലിൻ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ആർത്രൈറ്റിസ്, സൈനസൈറ്റിസ് എന്നിവ കൊണ്ടുള്ള പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. ഇത് സൈറ്റോകിൻ എന്ന് പറഞ്ഞ പ്രീ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് വൈറ്റമിൻ സി റിച്ചുമാണ്. സോ അതൊരു ഇമ്മ്യൂൺ ബൂസ്റ്ററും കൂടിയാണ്. ഇനി അടുത്തത് പോംഗ്രനേറ്റ് അല്ലെങ്കിൽ മാതളം. ഇതിൽ എലാജിക് ആസിഡ്, ആന്തോസയാനിൻ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ജീനിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന പെയിൻ കുറയ്ക്കാനും സഹായിക്കുന്നു. അവകാഡോയും ഒരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ്. ഇനി സീസണലായ ഏത് ഫ്രൂട്ടും വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഒരിക്കലും ക്യാൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത്. ജ്യൂസ് കഴിച്ചാലും അതിൽ ഷുഗർ ആഡ് ചെയ്യാതെ അതിൽ കുറച്ച് ഇഞ്ചി, മഞ്ഞൾ എന്നിവ ചേർത്ത് കൺസ്യൂം ചെയ്യാനാണ് നല്ലത്. ഈ പറയുന്ന ആഹാരങ്ങൾ കൂടാതെ റെഗുലറായിട്ടുള്ള എക്സസൈസും ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും ആൽക്കഹോൾ കൺസപ്ഷനും സ്മോക്കിങ്ങും കുറയ്ക്കുകയും വേണം. സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ മെഡിറ്റേഷൻ, യോഗ എന്നിവ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയുമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുകയും ചെയ്യുക. ഇതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഉടനെ കാണാം. നമസ്കാരം.